ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ കോംപ്രിഹെൻഷനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? പ്രൈസി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതിനുശേഷമാണ് എസ്സേ റൈറ്റിംഗ് ഉള്ളത്, റൈറ്റ്? പ്രസ്സിക്ക് അപ്പോൾ പ്രസ്സിക്ക് ഒരു പ്രസ് ചെയ്യാനുള്ളത്, അതിന് 10 മാർക്സ് ആണ് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നതാണ് ഏത്? കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസേജ് തരും നമുക്ക്. ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ഷീറ്റിൽ തന്നെ നമ്മൾ എഴുതണം. അവർ ഡിസ്ക്രിപ്റ്റീവിന് ഒരു ആൻസർ ഷീറ്റ് തരുമല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന ഒരു ആൻസർ ഷീറ്റ് ഉണ്ടല്ലോ, അവിടെ തന്നെ നമ്മൾ എന്ത് എഴുതണം? അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതണം. അപ്പോൾ കഴിഞ്ഞ തവണ അത് 10 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്പോൾ 10 ചോദ്യം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളൊരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. പ്രസ്സി റൈറ്റിംഗ് ഒരു 10 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ കോംപ്രഹെൻഷന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇത് 10 ചോദ്യത്തിന് ഓരോന്നും 2 മാർക്കാണ് അല്ലേ? 10 ചോദ്യത്തിന് ഓരോന്നും 2 മാർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ പോകുന്നതായിരിക്കും അതിൻ്റെ ഒരു സെൻസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇനി അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ എക്സാം ഒക്കെ എഴുതുന്ന ആളാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ പ്രസന്റ് സ്ട്രാറ്റജി വെച്ച് നിങ്ങൾക്ക് അത് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള സ്ട്രാറ്റജി മാറ്റാൻ നിൽക്കണ്ട. അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രസന്റ് സ്ട്രാറ്റജി നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ സെഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്? അപ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ, നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് ഈ കോംപ്രഹെൻഷനൊക്കെ നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുന്നതാണ് നല്ല രീതി. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളൊരു പുതിയൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ വീഡിയോ കാണണം. ഈ സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ചില ആൾക്കാരൊക്കെ ഉറക്കെ വായിച്ച് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ ചിലരൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറക്കെ വായിക്കുന്നത് നല്ല ഒരു സ്ട്രാറ്റജി അല്ല. കാരണം ഉറക്കെ വായിക്കുന്ന ചില ആൾക്കാരുണ്ട് അല്ലേ? വേറെ ചില ആൾക്കാരാണെങ്കിലാണ് ഉറക്കെ വായിക്കില്ല, പക്ഷെ അവരിങ്ങനെ പതുക്കെ അവരോട് തന്നെ പതുക്കെ മെല്ലെ വായിക്കും, പതുക്കെ വായിക്കും അവർ. ഓക്കെ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് പതുക്കെ വായിക്കും. ഇത് രണ്ടും നല്ലൊരു രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉച്ചരിക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പീഡ് കുറയുക ചെയ്യുന്നത്. കാരണം ഉച്ചരിക്കുന്ന സ്പീഡല്ലേ നമുക്ക് വായിക്കാൻ കിട്ടുള്ളൂ. നമ്മൾ ഏത് സ്പീഡിലാണ് നമ്മൾ ഉച്ചരിക്കുന്നത്, ആ സ്പീഡ് നമുക്ക് റീഡിങ്ങിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രശ്നം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീഡ് കുറയും. നമ്മൾ ഉച്ചരിക്കാൻ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം, ഉച്ചരിക്കാൻ നിൽക്കുകയാണെങ്കിൽ സ്പീഡ് കുറയും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉച്ചരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഉച്ചരിക്കുന്നതിലായിരിക്കും, പ്രൊനൗൺസ് ചെയ്യുന്നതിലായിരിക്കും, മറിച്ച് എന്തിലായിരിക്കില്ല? മനസ്സിലാക്കുന്നതിലായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ ഉച്ചാരണം ഒഴിവാക്കുക.
അത് ഉറക്കെയാണെങ്കിലും പതുക്കെയാണെങ്കിലും ഉച്ചാരണം ഒഴിവാക്കുക. നിങ്ങൾ ഈ ചുണ്ടനക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ചുണ്ടനക്കാതെ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ? ചുണ്ടനക്കാതെ വായിക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ ചില ആൾക്കാരെന്താണ് പെൻസില് സഹായത്തോടു കൂടിയാണ് അവർ വായിക്കുക. പെൻസിൽ അവർ ചലിപ്പിക്കും. ഓരോ ലൈനിലും പെൻസിൽ ചലിപ്പിക്കും. അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ വിരൽത്തുമ്പുകൾ അവര് ചലിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല രീതിയല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പെൻസിൽ എത്ര സ്പീഡിൽ മൂവ് ചെയ്യും അതേ സ്പീഡേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വിരൽത്തുമ്പ് എത്ര സ്പീഡിലാണോ മൂവ് ചെയ്യുന്നത് അത്ര സ്പീഡേ നമുക്കതിന് കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സൈലന്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. സൈലന്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി. ഉച്ചരിക്കരുത്. അത് പതുക്കെയാണെങ്കിലും ഉറക്കെയാണെങ്കിലും ഉച്ചരിക്കരുത്. നമ്മൾ ചുണ്ടനക്കാതെ വായിക്കണം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഉച്ചരിക്കരുത്. സ്വയം എന്താ പറയാ നമ്മൾ പതുക്കെയാണെങ്കിലും ഉറക്കെയാണെങ്കിലും നമ്മളത് ഉച്ചരിക്കാൻ പാടില്ല. ഈവൻ നമ്മൾ സ്വയം നമ്മളോട് പറയുക പോലും ചെയ്യരുത്. ഈ വാക്കുകൾ സ്വയം നമ്മളോട് പറയുക പോലും ചെയ്യരുത്. അതിനെയാണ് നമ്മൾ ഈ സൈലന്റ് റീഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സൈലന്റ് റീഡിംഗ് ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള റീഡിംഗ്. നമുക്ക് പെട്ടെന്ന് വായിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും ഏറ്റവും നല്ല രീതി ഏതാണ്? സൈലന്റ് റീഡിംഗ് എന്നാണ് റിസർച്ച് പറയുന്നത് അല്ലേ? അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അപ്പോ അതേപോലെ തന്നെ പെൻസിൽ ഉപയോഗിക്കാണ്ടിരിക്കുക, വിരൽത്തുമ്പുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. റൈറ്റ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വായിക്കണം. നമുക്ക് ഒരുപാട് പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കഴിഞ്ഞ തവണ വന്ന പാസേജ് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പാസേജ് ആണ്. നല്ല അപ്പൊ നമുക്ക് സ്പീഡ് ഇങ്ങനത്തെ ടഫ് ആയിട്ടുള്ള പാസേജുകളൊക്കെ വായിക്കേണ്ടി വരും നമുക്ക് ചിലപ്പോ. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം. നമ്മൾ എന്നും വായിക്കുന്ന ഒരാൾക്കാണ് പെട്ടെന്ന് വായിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് മനസ്സിലാക്കി വായിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നും വായിക്കണം. അപ്പോ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യം അത്ര എളുപ്പമായിക്കോളണമെന്നില്ല. കാരണം അവര് ഇതുവരെയായിട്ടും വായിക്കുന്നൊരു ശീലം അവർക്കില്ല ഫസ്റ്റ്. അല്ലേ? വായിക്കുന്നൊരു ശീലം അവർക്കില്ല. പക്ഷെ നമുക്ക് ഈ തുടക്കക്കാരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അവരാദ്യമൊക്കെ സൈലന്റ് റീഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു സൈലന്റ് റീഡിംഗ് ആണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഈ സൈലന്റ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഹിന്ദു പോലത്തെ ന്യൂസ് പേപ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് മെറ്റീരിയൽ വെച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാത്ത ബേസിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ അടങ്ങുന്നതിനെയാണ് ഞാൻ സിമ്പിൾ ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തുടക്കക്കാരന് ഈ മാജിക് പോട്ട് പോലത്തെ പുസ്തകങ്ങൾ വായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. മാജിക് പോട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ബുക്കാണ് ഏത്? മാജിക് പോട്ട്. കഥകളൊക്കെ ഉള്ള ഒരുപാട് കഥകളും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളൊക്കെ ഉള്ള ഒരു പുസ്തകമാണ് മാജിക് പോട്ട്. അപ്പൊ തീരെ പരിചയമില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യാം? അതായത് ഈ വായനാശീലം തീരെ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വെച്ച് സൈലന്റ് റീഡിങ് പ്രാക്ടീസ് ചെയ്യാനോട് തെറ്റില്ല. ശ്രദ്ധിക്കണം, ഇത് തുടക്കക്കാർക്കുള്ള സ്ട്രാറ്റജിയാണ് കേട്ടോ. തീരെ വായിക്കാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. തീരെ വായിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ഈ മാജിക് പോട്ടൊക്കെ പോലത്തുള്ള ബുക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്കത് സൈലന്റ് റീഡിങ് ഒന്ന് പരിചയപ്പെടാൻ എളുപ്പമാവും. അപ്പൊ ഇതുവരെ ഉറക്ക വായിച്ചിരുന്ന ആൾക്കാർക്കും ഇത് ഉപയോഗപ്രദവും. അവരിതുവരെ ഉറക്ക വായിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ അവരൊക്കെ ഈ പറയുന്ന സിമ്പിൾ ലാംഗ്വേജ് വെച്ച് സൈലന്റ് റീഡിങ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം ഫ്രണ്ട്സ്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് ഒരു എക്സാമ്പിൾ ആണ് മാജിക് പോട്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് യാ അല്ല എനിവേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണത്. റൈറ്റ്. അപ്പോൾ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഫസ്റ്റ് ആഴ്ചയൊക്കെ നമുക്കിങ്ങനെ മാജിക് പോട്ട് പോലത്തെ പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു, വീണ്ടും നമ്മൾ മാജിക് പോട്ട് തന്നെ ആശ്രയിക്കരുത്. പതുക്കെ പതുക്കെ നമ്മൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പത്രങ്ങളൊക്കെ വായിക്കാം, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മാഗസിൻസ് ഒക്കെ വായിക്കാം. അപ്പൊ ഞാൻ റെക്കമെൻഡ് ചെയ്യുക എന്താണ്, ഹിന്ദു ന്യൂസ് പേപ്പറാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. എന്നും എന്താ പറയുക, എന്നും ഒരു ന്യൂസ് റിപ്പോർട്ട് വായിക്കാൻ ശ്രമിക്കാം. നമുക്ക് ന്യൂസ് റിപ്പോർട്ടുകളില്ലേ, ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്, ഒരെണ്ണെങ്കിലും നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. പറ്റുകയാണെങ്കിൽ എഡിറ്റോറിയൽ പേജ് ഉണ്ട്, എഡിറ്റോറിയൽ പേജ് നമുക്ക് കാണാം. എഡിറ്റോറിയൽ പേജ് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്താ പറയുക, എന്നും ചെയ്യുന്ന കാര്യം എന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലൊരു എക്സ്പേർട്ടായിട്ട് മാറും. അപ്പോൾ അതാണ്, നിങ്ങൾ എന്നും ന്യൂസ് പേപ്പർ വായിക്കണം. എന്നും ന്യൂസ് പേപ്പർ വായിക്കാന്നുണ്ടെങ്കിൽ ഒരു തുടക്കക്കാരനും ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ സെക്ഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്, സൈലന്റ് റീഡിങ് പ്രാക്ടീസ് ചെയ്യണം, എക്സ്പീരിയൻസ് വേണം. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെക്കാബുലറി ബിൽഡ് ചെയ്യണം, നല്ലൊരു വേർഡ് പവർ വേണം. നമ്മുടെ വേർഡ്സ് നമുക്ക് എന്താന്ന് മനസ്സിലാവണം. ഉദാഹരണത്തിന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യനിൽ നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ളൊരു വേർഡ് കണ്ടു, നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായില്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അവിടെ തന്നെ നമുക്ക് അവിടെ എൻഡ് ഓഫ് ദ റോഡാണ് അല്ലേ, ഡെഡ് എൻഡിലെത്തി. ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് മനസ്സിലാവണ്ടേ, ക്വസ്റ്റ്യൻ മനസ്സിലായാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വൊക്കാബുലറി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വേർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. വെറുതെ നോട്ട്ബുക്കിൽ ആ വേർഡ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ മീനിങ് എഴുതി വെക്കണം, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടി നിങ്ങൾ എഴുതി വെക്കണം. അതായത് എങ്ങനെയാണ് അതൊരു സെന്റൻസിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അതൊരു സെന്റൻസിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെ നമ്മളത് ലാംഗ്വേജിലോട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെക്കുക. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ സെന്റൻസ് എഴുതി വെക്കാം. ഒരു എക്സാമ്പിൾ സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. എവിടെയാണ് നിങ്ങൾ എക്സാമ്പിൾ സെന്റൻസ് കാണാം? നിങ്ങൾ ഡിക്ഷണറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ സെന്റൻസുകൾ കാണാം, ഒരുപാട് എക്സാമ്പിൾസ് കാണാം. നിങ്ങൾ ഒരെണ്ണം എഴുതി വെച്ചാൽ മതി, ഒരു എക്സാമ്പിൾ സെന്റൻസ് എഴുതി വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന ഈ ബുക്ക് ഉണ്ടല്ലോ, വൊക്കാബുലറിയുടെ ബുക്ക് ഉണ്ടല്ലോ, ഈ വേർഡ്സ് എഴുതുന്ന ബുക്ക് ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ എന്തൊക്കെ പഠിച്ചു? സൈലന്റ് റീഡിംഗ് ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് റീഡിംഗ് എന്ന് മനസ്സിലായി. പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് വീക്ക് സൈലന്റ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈലന്റ് റീഡിംഗ് പഠിച്ചു അല്ലേ, അതിനോട് നമുക്ക് പരിചയപ്പെട്ടു. അപ്പൊ സൈലന്റ് റീഡിംഗ് ഒക്കെ നമുക്ക് മനസ്സിലായി. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ചും കൂടി ലാംഗ്വേജിന്റെ കോംപ്ലക്സിറ്റി കൂട്ടണം. അതിന് വേണ്ടിയിട്ട് ഹിന്ദു പോലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് വായിക്കാം. അതേപോലെ തന്നെ ദ വീക്ക് എന്ന് പറയുന്നത് വേറെ നല്ലൊരു പ്രസിദ്ധീകരണമാണ്, ഒരു മാഗസീനാണ്, അതും വായിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വൊക്കാബുലറിക്ക് വേണ്ടി ഒരു നോട്ട്ബുക്ക് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ ഫ്രണ്ട്സ്. അപ്പൊ ഇതാണ് നിങ്ങൾ എടുക്കേണ്ട എഫേർട്സ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം. സമയം ചെലവഴിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ കണ്ടുപിടിക്കണം, എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും റീഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഒരു കുളത്തിലോട്ട് നിങ്ങൾ തള്ളിയിടാണ്, നിങ്ങൾ ജന്മത്തിൽ നീന്തിയിട്ടില്ല, നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നീന്താൻ പറ്റുമോ? ഇല്ല. പരിചയത്തിലൂടെയല്ല നമ്മളെല്ലാം പഠിക്കുന്നേ. റൈറ്റ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് സമ്പാദിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ ഈ പറയുന്ന കോംപ്രഹെൻഷൻ എങ്ങനെ എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
എന്തായിരിക്കണം ഈ റീഡിംഗ് കോംപ്രഹെൻഷന്റെ സ്ട്രാറ്റജി? 10 ചോദ്യങ്ങളാണ്, ഓരോന്നും 2 മാർക്ക്, 20 മാർക്ക് മൊത്തം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, 20 മിനിറ്റെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്രസ്സേ 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ റീഡിംഗ് കോംപ്രഹെൻഷന് 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. അതല്ലേ ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല? കൂടുതൽ മാർക്ക് കോംപ്രഹെൻഷൻ ആവുമ്പോൾ നമ്മൾ 15 കൊടുത്തിട്ട് കാര്യമില്ല. 10 മിനിറ്റ് പ്രസ്സേ കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക, ബാക്കി 20 മിനിറ്റ് റീഡിംഗ് കോംപ്രഹെൻഷന് വേണ്ടി കംപ്ലീറ്റ് ആക്കുക, പിന്നെ ബാക്കിയുള്ള 30 മിനിറ്റ് 2 എസ്സേക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 20 മിനിറ്റ് ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉള്ളത്. അപ്പോൾ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ പാസേജ് മുഴുവൻ വായിച്ചു നോക്കണം. പാസേജ് വായിച്ചു നോക്കാൻ എത്ര സമയമാണുള്ളത്? 5 മിനിറ്റ്. 5 മിനിറ്റ് വരെ എടുക്കാം. 3 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആക്കുകയാണ് നല്ലത്. എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുന്നു അത്രയും നല്ലത്. അപ്പോൾ 5 മിനിറ്റ് വരെ നിങ്ങൾക്ക് പാസേജ് വായിക്കാൻ എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് ബാക്കി 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അവിടെ നിങ്ങളുടെ സ്പീഡ് അവിടെ വളരെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ സ്ട്രാറ്റജി. ഇനി നിങ്ങൾ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻസർ ഷീറ്റിൽ എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോഴും നമുക്ക് അവിടെ ഒരു സെന്റൻസ് ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ എക്സാമിൽ ഇവർ പറഞ്ഞിട്ടുള്ള എന്താണ്, 3 സെന്റൻസുകൾ അപ്പുറം എഴുതരുതെന്നാണ് പറയുന്നത്. ഓരോ ചോദ്യത്തിന് ഉത്തരം 3 സെന്റൻസുകളിൽ അപ്പുറം എഴുതരുത്. അതായത് 3 സെന്റൻസുകളിൽ വരെ നിങ്ങൾക്ക് എഴുതാം. ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ടുള്ള റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജിലുള്ള ഓരോ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് നിങ്ങൾക്ക് 3 സെന്റൻസ് വരെ എഴുതാം. ഓക്കെ, എന്തായാലും 3 സെന്റൻസിലും കൂടുതൽ എഴുതുന്നതും ഒരു ബുദ്ധിയായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ആ സെന്റൻസ് ലിമിറ്റ് നിങ്ങൾ പാലിക്കണം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ചോദ്യങ്ങൾ എപ്പോഴും നമുക്ക് വൊക്കാബുലറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾക്ക് ആ വേർഡ് എപ്പോഴും നമ്മൾ ആ സന്ദർഭത്തിൽ ആ വേർഡിന്റെ മീനിങ് എന്താണ്, അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ആ വേർഡിന്റെ ജനറൽ മീനിങ് അല്ല എഴുതേണ്ടത്. ആ സന്ദർഭത്തിൽ ആ വേർഡ് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ മീനിങ് ആണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈവൻ ആ വേർഡ് നിങ്ങൾ പരിചയമില്ലെങ്കിലും നിങ്ങൾ ആ സന്ദർഭം ഒന്ന് നോക്കുക. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള മീനിങ് ആണ് നിങ്ങൾ എഴുതേണ്ടത് ഫ്രണ്ട്സ്. ഓക്കെ, അതാണ് എനിക്ക് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി മൂന്നാമതായിട്ട് എന്താണ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ക്വസ്റ്റ്യന്റെ ടെൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യനിൽ ഏത് ടെൻസ് ആണോ ഉപയോഗിച്ചിട്ടുള്ളത് അതേ ടെൻസ് തന്നെ വേണം ആൻസർ എഴുതാനും ഉപയോഗിക്കാൻ. ഉദാഹരണത്തിന് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതണം, പാസ്റ്റ് ടെൻസിൽ എഴുതാൻ പാടില്ല. ഓക്കെ, ഇനി നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് പേഴ്സണിൽ വേണം ആൻസർ എഴുതാൻ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹി, ഷീ, ഇറ്റ്, ദേ, ഇതൊക്കെ പ്രൊനൗൺസ് ആണ്, തേർഡ് പേഴ്സണിലുള്ള സർവനാമങ്ങളാണ്. ഇനി ഇതല്ലെങ്കിലും വേറെ നമുക്ക് നൗൺസ്, തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സർവനാമങ്ങൾ മാത്രമല്ലല്ലോ തേർഡ് പേഴ്സണിലുള്ളത്, നാമങ്ങളും തേർഡ് പേഴ്സണിലില്ലേ? അതായത് നൗൺസും തേർഡ് പേഴ്സണിലില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് ഹീക്ക് പകരം എന്താണ് രാജീവ് അല്ലെ, ഷീക്ക് പകരം സന്ധ്യ, ഇറ്റിന് പകരം ദ എസ്സേ, ദേക്ക് പകരം ചിൽഡ്രൻ. ഇതെല്ലാം തേർഡ് പേഴ്സണിലാണ്. ശ്രദ്ധിക്കുക, തേർഡ് പേഴ്സണിലാണ് നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടത്. തേർഡ് പേഴ്സണിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ഇനി എനിക്ക് ഫൈനലായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാംഗ്വേജിലാണ്, ഇതാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു ഇത് ആദ്യം പറയേണ്ടിയിരുന്നു അല്ലെ, നിങ്ങളുടെ ലാംഗ്വേജിലാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ഒരിക്കലും അവിടെയുള്ള നിങ്ങൾക്ക് എന്താണ് ആ പാസേജിൽ ഒരു സെന്റൻസ് ആൻസർ ഒരു പ്രത്യേക സെന്റൻസിലാണ്, നിങ്ങൾക്ക് മനസ്സിലായി.
ചോദിച്ച ചോദ്യത്തിന് ആൻസർ, ഇപ്പൊ ഉദാഹരണത്തിന് മൂന്നാമത്തെ സെന്റൻസിലാണ് ആൻസർ. നിങ്ങൾ ആ സെന്റൻസ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിലാണ് ആൻസർ എഴുതേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജിലാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, ഏതൊക്കെയാണ്? ഫസ്റ്റ് തന്നെ എന്താണ്, സെന്റൻസിന്റെ ലിമിറ്റ് ശ്രദ്ധിക്കുക. അത് ക്വസ്റ്റ്യനിൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 2 ആണോ 3 ആണോ എന്ന് ശ്രദ്ധിക്കുക. ആ ലിമിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വേർഡ്സ് വൊക്കാബുലറിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുമ്പോൾ ആ വേർഡ് നിങ്ങൾ പാസേജിൽ എവിടെയാണെന്ന് നോക്കുക, ആ സന്ദർഭം മനസ്സിലാക്കുക, ആ സന്ദർഭത്തിൽ ആ വേർഡ് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആ മീനിങ് വേണം എഴുതാൻ. മൂന്നാമതായിട്ട് എന്താണ്, നിങ്ങളുടെ ലാംഗ്വേജിലാണ് എഴുതേണ്ടത്. നാലാമതായിട്ട് തേർഡ് പേഴ്സണിലാണ് എഴുതേണ്ടത്. അഞ്ചാമതായിട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ടെൻസ്, ക്വസ്റ്റ്യനിലുള്ള ടെൻസ് തന്നെ വേണം ആൻസർ എഴുതാനും ഉപയോഗിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു വിന്നിങ് സ്ട്രാറ്റജി റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാൻ നിൽക്കണ്ട. ഓക്കെ, പക്ഷെ നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യണം, നന്നായിരിക്കും. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സൈലന്റ് റീഡിംഗ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. സൈലന്റ് റീഡിംഗ് ശ്രമിച്ചു നോക്കുക. സൈലന്റ് റീഡിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ്, സ്പീഡ് കൂടും, അണ്ടർസ്റ്റാൻഡിങ് കൂടും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് എന്താണ്, റീഡിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ സ്പീഡും കോംപ്രഹെൻഷനും ഇമ്പ്രൂവ് ആവുന്നത്. മൂന്നാമതായിട്ട് എന്താണ്, വൊക്കാബുലറി ബിൽഡ് ചെയ്യണം, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ ആ ഒരു ടെസ്റ്റിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, ടെസ്റ്റിന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞു. 20 മിനിറ്റ് വരെ ഫോർമാറ്റ് പറഞ്ഞു. അതേപോലെ എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം, 20 മിനിറ്റ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഫൈനലി ആൻസർ ഷീറ്റിൽ നമ്മളത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടണം. താങ്ക് യു വെരി മച്ച്. ബൈ, ഓൾ ദി ബെസ്റ്റ്.